ഹായ്, ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോകൾ കാണുകയും അതിനനുസരിച്ച് നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും തന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പേരിലുള്ള നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ ചില സുഹൃത്തുക്കൾ ആദ്യ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം ഓൺലൈൻ ക്ലാസിന്റെ വീഡിയോ തയ്യാറാക്കിയ സന്തോഷവും ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. കൊറോണയ്ക്ക് ശേഷം എല്ലാവരും വർക്ക് ഫ്രം ഹോം, അതുപോലെ കുട്ടികളാണെങ്കിൽ സ്കൂൾ ഫ്രം ഹോം, എല്ലാവരും വീട്ടിലിരിക്കാൻ തുടങ്ങിയതോടെ വീടുകളിൽ അസ്വസ്ഥതയും തുടങ്ങി. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ കാണുന്നത് ഈ വർക്ക് ഫ്രം ഹോം, സ്കൂൾ ഫ്രം ഹോം, ഈ രണ്ട് കാര്യങ്ങളിൽ എങ്ങനെ നമുക്ക് വീട്ടിൽ സമാധാനം ഉണ്ടാക്കാമെന്നുള്ളതാണ്. അത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. വർക്ക് അറ്റ് ഹോം ബട്ട് ലീവ് ഇൻ പീസ്. നമ്മൾ വീട്ടില് കമ്പ്യൂട്ടറിൽ അത്യാവശ്യമായിട്ട് ഹസ്ബൻഡ് ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഭാര്യ വേറൊരു പണിക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഏൽപ്പിക്കാറുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ഏൽപ്പിക്കാം. പക്ഷെ വർക്ക് പ്രഷർ മൂലം പലപ്പോഴും ഇത് മറന്നു പോവുകയും അതേ തുടർന്നുണ്ടാകുന്ന കുടുംബത്തിൽ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. അത് പരിഹരിക്കാനുള്ള മാർഗവും നമുക്ക്. Darling, I am going to bath. Please turn off the gas stove after 5 minutes. Carry on, dear, I will. Still sitting here? Didn't turn off. You spoiler everything. Oh! Sorry, I was stuck. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ഓപ്പൺ ചെയ്യുക. ലഭ്യമാകുന്ന സെർച്ച് ഏരിയയിൽ സ്റ്റാർട്ട് എ ടൈമർ എന്ന് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 5 മിനിറ്റിന് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടൈമർ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് സെറ്റിങ്സ് നടത്താവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 5 സെക്കൻഡിനൊന്ന് സെറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. 4, 3, 2, 1, 0. ഇപ്പോൾ ബീപ്പ് 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 എന്ന് പറഞ്ഞ് ഒരു അലാം സൗണ്ട് നമ്മളെ ഇതിലേക്ക് സ്വത്താതിരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്റ്റോപ്പ് വാച്ച് ഉണ്ട്. നമുക്ക് കുട്ടികൾക്ക് വല്ലതും എന്തെങ്കിലും ടാസ്ക് ചെയ്യുന്നതിന് എത്ര സമയമെടുക്കുമെന്നറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ടാസ്ക് ആണെങ്കിലും എത്ര സമയത്തിനുള്ളിലാണ് പൂർത്തിയാകുന്നതെന്ന് അറിയാൻ വേണ്ടി ഉപകരിക്കുന്ന ഒന്നാണ് ഈ സ്റ്റോപ്പ് വാച്ച്. ഇപ്പം നമ്മുടെ ആദ്യ ടിപ്പിലൂടെ വളരെ വിജയകരമായി നമുക്ക് നമ്മുടെ വീടുകളിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം തരണം ചെയ്യാൻ പറ്റി. അപ്പൊ അതേ തുടർന്ന് കുടുംബജീവിതം കുറച്ച് ഊഷ്മളമായിട്ടുണ്ട്. അപ്പൊ അതേ തുടർന്ന് ഒരു സിനിമ കണ്ടേക്കാം, യൂട്യൂബിലൂടെ തന്നെ സിനിമ കാണാം. അപ്പൊ അതിനുള്ള ഒരു ടിപ്പുമായാണ് അടുത്ത വീഡിയോ എത്തുന്നത്. നോക്കുക. What about watching a movie on YouTube? Not a bad idea. But this time download, otherwise streaming will be a problem. Okay. Let me try. പലപ്പോഴും നമുക്ക് യൂട്യൂബിൽ നിന്നും വീഡിയോകൾ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിപ്പോൾ ഞാൻ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോസ് എന്ന് പറയുന്നൊരു സെക്ഷനാണ്. അതിൽ ആദ്യം കാണുന്ന വീഡിയോ എപ്രകാരമാണ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആ വീഡിയോ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. തുടർന്ന് ലഭ്യമാകുന്ന യൂട്യൂബിൻ്റെ URL, അവിടെ യൂട്യൂബിന് മുമ്പ് നമ്മൾ SS എന്ന് ടൈപ്പ് ചെയ്യുക. യൂട്യൂബിന് മുമ്പാണ് ചെയ്യേണ്ടത്. www.ssyoutube.com എന്ന് പറഞ്ഞ് തുടർച്ച വേറെ ലിങ്കിൽ യാതൊരു മാറ്റവും വരുത്തുന്നില്ല. വീണ്ടും നമ്മൾ എൻ്റർ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ഇത് റീഡയറക്റ്റ് ചെയ്ത് സേവ് ഫ്രം .net എന്ന സൈറ്റിലേക്ക് പോവുകയും അതിൻ്റെ ഓൺലൈൻ വീഡിയോ ഡൗൺലോഡർ എന്ന ബോക്സിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വീഡിയോയുടെ URL വരുന്നതാണ്. അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യുന്നതിന് ഏത് ക്വാളിറ്റി വേണമെന്ന് നമുക്ക് അവിടെ തീരുമാനിക്കാനായിട്ട് സാധിക്കും. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ആ വീഡിയോ
ഡൗൺലോഡ് ചെയ്യപ്പെടുന്നത് നമുക്ക് കാണാം. വളരെ എളുപ്പത്തിൽ ഇപ്രകാരം നമുക്ക് യൂട്യൂബിൽ നിന്നും വീഡിയോകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മളിങ്ങനെ വളരെ സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്തു. അപ്പം അതിന് കുറച്ച് സമയമൊക്കെ എടുക്കും, അല്ലെങ്കിൽ മറ്റു വർക്കുകളൊക്കെ ചിലപ്പോൾ കൊടുത്തതിന് ശേഷം കുറച്ച് സമയം എടുക്കാം. ഈ അവസരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ മാറും. അപ്പോഴാണ് നമ്മുടെ വീട്ടിലുള്ള ചില കൊച്ചു കുട്ടികൾ അല്ലെങ്കിൽ മറ്റുള്ളവർ വന്ന് ഈ കമ്പ്യൂട്ടറിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ ഇവിടെ ഇങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നുള്ള ടിപ്പാണ് മൂന്നാമത്തെ ടിപ്പ്. നോക്കാം. It may take time. Let's take a break. Good idea. Shall listen some songs. Oh no. I closed the tab instead of minimized. God. What to do? Hey. What are you doing? Please leave the room. How I shall reopen the tab. Great. It worked. ബ്രൗസ് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ പലപ്പോഴും നിരവധി ടാബുകൾ ഒരേ സമയം ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ചില അവസരങ്ങളിൽ അറിയാതെ നമുക്ക് ആവശ്യമുള്ള ചില ടാബുകൾ ക്ലോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അറിയാതെ ഞാൻ ഈ ടാബ് ഇപ്പോൾ ക്ലോസ് ചെയ്യുകയാണ്. അപ്പോഴാണ് നമുക്ക് ഒരു തിരിച്ചറിവ് വന്നത്, ഇത് അത്യാവശ്യമുള്ളതായിരുന്നു, അതായിരുന്നില്ല ക്ലോസ് ചെയ്യേണ്ടിയിരുന്നത്. എങ്ങനെ റീ ഓപ്പൺ ചെയ്യാമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. Ctrl+Shift+T എന്ന കീ ഞാൻ പ്രസ് ചെയ്യുകയാണ്. ഇപ്പോൾ ആ വിക്കിപീഡിയ അബ്ദുൽ കലാമിനെ കുറിച്ചുള്ള ആ വിക്കിപീഡിയ പേജ് വീണ്ടും ടാബായി ഓപ്പൺ വരുന്നത് നിങ്ങൾക്ക് കാണാം. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, നമുക്ക് ആവശ്യമായിട്ടുള്ള ടാബുകൾ അറിയാതെ നമ്മൾ ക്ലോസ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് റീ ഓപ്പൺ ചെയ്യുന്നതിനായി Ctrl+Shift+T പ്രസ് ചെയ്യുമ്പോൾ ആ ടാബ് നമുക്ക് ഓപ്പൺ ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ ആദ്യ 2 വീഡിയോകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ലളിതമായ 3 ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. അതുപോലെ തന്നെ വ്യത്യസ്തമായ രീതിയിലാണ് ഇത് അവതരിപ്പിച്ചത്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ കമന്റുകൾ അയക്കുക. ഞങ്ങളുടെ വരുംകാല വീഡിയോകളിൽ കൂടുതൽ ആ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തുവാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. ഗുഡ് ബൈ.